സദൃശവാക്യങ്ങൾ 19-ാം അധ്യായം 16 തൊട്ട് 29 വരെയുള്ള വാക്യങ്ങൾ. കൽപ്പന പ്രമാണിക്കുന്നവൻ പ്രാണനെ കാക്കുന്നു, നടപ്പു സൂക്ഷിക്കാത്തവനോ മരണശിക്ഷ അനുഭവിക്കും. എളിയവനോട് കൃപ കാട്ടുന്നവൻ യഹോവയ്ക്ക് വായ്പ കൊടുക്കുന്നു, അവൻ ചെയ്ത നന്മയ്ക്ക് യഹോവ പകരം കൊടുക്കും. പ്രത്യാശയുള്ളിടത്തോളം നിന്റെ മകനെ ശിക്ഷിക്ക, എങ്കിലും അവനെ കൊല്ലുവാൻ തക്കവണ്ണം ഭാവിക്കരുത്. മുൻകോപി പിഴ കൊടുക്കേണ്ടി വരും, നീ അവനെ വിടുവിച്ചാൽ അത് പിന്നെയും ചെയ്യേണ്ടി വരും. പിന്നത്തേതിൽ നീ ജ്ഞാനിയായി കണ്ടതിന് ആലോചന കേട്ട് പ്രബോധനം കൈക്കൊള്ളുക. മനുഷ്യൻ്റെ ഹൃദയത്തിൽ പല വിചാരങ്ങളുമുണ്ട്, യഹോവയുടെ ആലോചനയോ നിവൃത്തിയാകും. മനുഷ്യൻ തൻ്റെ മനസ്സുപോലെ ദയ കാണിക്കും, ഭോഷ്ക് പറയുന്നവനേക്കാൾ ദരിദ്രൻ ഉത്തമൻ. യഹോഭക്തി ജീവഹേതുവാകുന്നു, അത് ഉള്ളവൻ തൃപ്തനായി വസിക്കും, അനർത്ഥം അവന് നേരിടുകയില്ല. മടിയൻ തൻ്റെ കൈ തളികയിൽ പൂഴ്ത്തുന്നു, വായിലേക്ക് തിരികെ കൊണ്ടുവരികയില്ല. പരിഹാസിയെ അടിച്ചാൽ അല്പബുദ്ധി വിവേകം പഠിക്കും, ബുദ്ധിമാനെ ശാസിച്ചാൽ അവൻ പരിജ്ഞാനം പ്രാപിക്കും. അപ്പനെ ഹേമിക്കുകയും അമ്മയെ ഓടിച്ചു കളയുകയും ചെയ്യുന്നവൻ ലജ്ജയും അപമാനവും വരുത്തുന്ന മകനാകുന്നു. മകനെ, പരിജ്ഞാനത്തിൻ്റെ വചനങ്ങളെ വിട്ടുമാറേണ്ടതിനുള്ള ഉപദേശം കേൾക്കുന്നത് മതിയാക്കുക. നിസ്സാര സാക്ഷി ന്യായത്തെ പരിഹസിക്കുന്നു, ദുഷ്ടന്മാരുടെ വായ അകൃത്യത്തെ വിഴുങ്ങുന്നു. പരിഹാസികൾക്കായി ശിക്ഷാവിധിയും മൂഢന്മാരുടെ മുതുകിന് തല്ലും ഒരുങ്ങിയിരിക്കുന്നു.